Hi dear students, myself Nimiraju. Through this video, we are going to discuss the last topic from the last module. That is an important topic, files. Files നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് files, what is files, then what are the different operations that we performed on files or what's the use of the files, then next is some difference between the sequential access and the random access in case of files, and some file handling, inbuilt file handling functions. Okay, so first, what is file? File means നിങ്ങൾ ലാബിൽ സി പ്രോഗ്രാം ചെയ്തു ടു ഫൈൻഡ് ഔട്ട് ദ സം ഓഫ് ടു നമ്പേഴ്സ്. അപ്പോൾ എങ്ങനെയായിരുന്നു, നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റർ വഴി എഡിറ്റർ വഴി സം ഡോട്ട് സി എന്ന് പറഞ്ഞ് ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ദെൻ അതിനകത്ത് പ്രോഗ്രാം എഴുതുന്നു. ആഫ്റ്റർ ദാറ്റ് സേവ് ചെയ്യുന്നു. അതൊരു ഫയലാണ്. ഇനി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വീട്ടിലെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ എന്തെങ്കിലും ഒരു നോട്ട് പാഡോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റോ ഓപ്പൺ ചെയ്യുന്നു. ദെൻ അതിനകത്ത് സം ഡേറ്റാസ്, നിങ്ങളിപ്പം സെമിനാർ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് സെമിനാർ റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ആ സെമിനാർ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്ന ആ റിപ്പോർട്ട് ഡോക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഡോക്സ് എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നു. അതെല്ലാം ഫയൽസാണ്. PPT അതെല്ലാം ഫയൽസാണ്. സോ ഈ പറഞ്ഞ ഫയൽസിലെല്ലാം നമ്മൾ കുറേ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ ഫയൽ കണ്ടെയ്ൻസ് എ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻസ് ഓർ ഡേറ്റ. ദെൻ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബൈറ്റ് ഫോമിലായിരിക്കും, ബൈറ്റ്സിൻ്റെ ഫോമിലായിരിക്കും. സോ ഫയൽ മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് ഇൻഫോർമേഷൻസ് ഓർ ഡേറ്റ ആൻഡ് വിച്ച് ആർ റെപ്രസെൻറ്റ് ആസ് ബൈറ്റ്സ്. സോ സിംപ്ലി പറയുകയാണെങ്കിൽ ഫയൽ മീൻസ് ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ്. So file represents a sequence of bytes and the file can be a binary file or text file. Normally എല്ലാം യൂസ് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് ഫയൽ. ബൈനറി ഫയൽ എന്താണെന്നും ടെക്സ്റ്റ് ഫയൽ എന്താണെന്നുള്ള ഡിഫറൻസ് നെക്സ്റ്റ് സ്ലൈഡിലൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫയൽ യൂസ് ചെയ്യുമ്പോൾ ആ ഫയലിനകത്തുള്ള ഡേറ്റാസൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ, അതായത് ഫയലിൽ നിന്നുള്ള ഡേറ്റാസ് നമുക്ക് റീഡ് ചെയ്യണം, അല്ലെങ്കിൽ ഫയലിലോട്ട് നമുക്ക് എന്തെങ്കിലും ഡേറ്റാസ് റൈറ്റ് ചെയ്യണം, അങ്ങനെ പല പല ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യാനുണ്ട്. അപ്പോൾ ആ കേസിലെല്ലാം ഫയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫയൽ പോയിൻറ്റർ വഴിയായിരിക്കും. നമ്മൾ പോയിൻറ്റർ എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചായിരുന്നു. അതുപോലെ ഫയൽ പോയിൻറ്റർ നമ്മൾ യൂസ് ചെയ്യും. ആ ഫയൽ പോയിൻറ്റർ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഫയൽ സ്റ്റാർ FP എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഫയൽ പോയിൻറ്ററിന് കൊടുക്കുന്ന ഒരു നെയിമാണ്. അപ്പോൾ ഈ ഫയൽ പോയിൻറ്ററിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഫയൽ എന്നാണ്. നമ്മളിപ്പോൾ ഒരു ഇൻറ്റിജർ പോയിൻറ്റർ ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഇൻറ്റ് സ്റ്റാർ P എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതുപോലെ ഒരു ഫയൽ പോയിൻറ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫയൽ സ്റ്റാർ F എന്നോ അല്ലെങ്കിൽ FP എന്നോ അല്ലെങ്കിൽ F1 എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫയൽ പോയിൻറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതൊരു ഫയലാണ്, നിങ്ങളിപ്പോൾ വ്യൂ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഫയലാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഫയലിനകത്തുള്ള നമുക്ക് ആദ്യമേ F റീഡ് ചെയ്യണം, I റീഡ് ചെയ്യണം, ദെൻ L റീഡ് ചെയ്യണം, E റീഡ് ചെയ്യണം, ദെൻ R റീഡ് ചെയ്യണം, E റീഡ് ചെയ്യണം, P റീഡ് ചെയ്യണം, അങ്ങനെ ഓരോന്നും റീഡ് ചെയ്യണം. അത് ഓരോ ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ അത് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫയൽ പോയിൻറ്റർ വെച്ചിട്ട് മാത്രമേ അവർ ആക്സസ് ചെയ്യാനായിട്ട് പറ്റൂ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇതൊരു ഫയലാണ്, അതിനകത്ത് ABCDEF അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്തോട്ടൊരു ഫയൽ പോയിൻറ്റർ അതിനകത്തോട്ട് പോയിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫയൽ പോയിൻറ്റ് ചെയ്യുന്നത് ആ ഫയലിൻ്റെ സ്റ്റാർട്ടിങ്ങിലോട്ടായിരിക്കും. ദാറ്റ് മീൻസ് എയിലോട്ടായിരിക്കും. ദെൻ എന്തായിരിക്കും, നമുക്ക് ആ ഫയൽ പോയിൻ്റ് തന്നെ പ്രൊസീഡ് ചെയ്ത് BACDEF എല്ലാം റീഡ് ചെയ്യാനായിട്ട് പറ്റും. സോ സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഫയൽ ആക്സസ് ചെയ്യണമെങ്കിൽ വി നീഡ് എ പോയിൻറ്റർ, ദാറ്റ് ഈസ് എ ഫയൽ പോയിൻറ്റർ വിച്ച് പോയിൻറ്റ്സ് ടു ദ ഫയൽ ദാറ്റ് വി നീഡ്. നമുക്ക് ആവശ്യമുള്ള ഫയലിൽ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫയൽ പോയിൻറ്റർ വേണം. ആ ഫയൽ പോയിൻറ്ററിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫയൽ എന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫയൽ ദെൻ ഫോളോയിങ് ബൈ പോയിൻറ്റർ ആയതുകൊണ്ട് സ്റ്റാർ ആസ്ട്രിക് സിമ്പിൾ, ദെൻ അതിൻ്റെ നെയിം. ഇവിടെ നമ്മൾ FP എന്ന് യൂസ് ചെയ്തു, F എന്നോ P എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഡേറ്റ ടൈപ്പ് ഫയലിൽ നിന്ന് തന്നെ മസ്റ്റായിട്ടും കൊടുക്കണം, അവിടെ ഇൻറ്റെന്നൊന്നും എഴുതി കൊടുക്കരുത്. ഓക്കെ, അപ്പോൾ ഫയൽസ് എന്താണ്, ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ബൈറ്റ്സ് ആൻഡ് while working with the files we need to declare the file pointer of data type file, and this declaration is needed for the communication between the file and the program. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നു ഇല്ലേ, അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ
നമ്മൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട് യൂസർ കീബോർഡ് വഴി ഇൻപുട്ട് എൻ്റർ ചെയ്യുന്നു. ദെൻ ഇവിടെ പ്രോസസ്സിംഗ് എല്ലാം നടന്നിട്ട് ഫൈനലി നമുക്ക് സ്ക്രീൻ വഴി ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നു. ഇപ്പോൾ ഈ ഫയലിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടുന്ന ഇൻപുട്ട് നമ്മൾ വേറൊരു ഫയലിൽ നിന്നായിരിക്കും എടുക്കുന്നത്. പ്രോഗ്രാമിന് വേണ്ടുന്ന ഇൻപുട്ട് യൂസർ എന്നായിരിക്കത്തില്ല, നമ്മളൊരു ഫയലിൽ നിന്നായിരിക്കും എടുക്കുന്നത്. ദെൻ ആഫ്റ്റർ പെർഫോമിങ് ദ നീഡഡ് പ്രോസസ്സിംഗ് നമ്മൾ ഔട്ട്പുട്ട് തിരിച്ച് ഫയലിനകത്തോട്ടായിരിക്കും സേവ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായി? നമുക്കൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട് നമ്മൾ ഫയലിൽ നിന്നായിരിക്കും എടുക്കുന്നത്. ദെൻ നമ്മൾ ചിലപ്പോൾ ഔട്ട്പുട്ട് തിരിച്ച് ഫയലിനകത്തോട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പ്രോഗ്രാംസൊക്കെ പഠിക്കാണ്ട് അപ്പോൾ അത് കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയറാവും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ആ പ്രോഗ്രാമിലൂടെ ഈ ഫയലിനകത്തുള്ളൊരു AB എന്ന് പറഞ്ഞ് 2 ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ AB നമ്മൾ ഈ ഫയലിൽ നിന്ന് റീഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു 1 2 3 എന്നുണ്ട്. ആ 1 2 3 നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ കൊടുത്ത 1 2 3 എന്ന് പറയുന്നത് നമുക്ക് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണം. അപ്പോൾ ആ ഔട്ട്പുട്ട് നമ്മൾ ഫയലിനകത്തോട്ട് 1 2 3 എന്ന് പറഞ്ഞ് റൈറ്റ്. അപ്പോൾ ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ഫയൽ പറഞ്ഞ ഫോൾഡർ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ എല്ലാം നമുക്കൊരു ഫയൽ കാണും. ദെൻ നമ്മൾ ചെയ്യുന്നൊരു പ്രോഗ്രാം ഫയൽ കാണും. ദെൻ മേ ബി ചിലപ്പോൾ നമ്മളൊരു കൊടുക്കുന്ന ഇൻപുട്ട് യൂസർ സൈഡിൽ നിന്നായിരിക്കും ഇൻപുട്ട് കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ചിലപ്പം ഫയലിനകത്തോട്ടായിരിക്കും നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ഇനി ഫയലിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് എടുത്ത് നമ്മുടെ മോണിറ്റർ വരെ നമുക്ക് തിരിച്ച് യൂസറിനകത്തോട്ട് ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ പല പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രോഗ്രാം പറയുമ്പോഴേ കുറച്ചും കൂടി ക്ലിയർ ആവത്തുള്ളൂ. സോ ഫയൽ എന്താണ് ഫയൽ പോയിൻ്റ്. നെക്സ്റ്റ് 2 ടൈപ്സ് ഓഫ് ഫയൽസ് ഉണ്ട്. ടെക്സ്റ്റ് ഫയൽസും ഉണ്ട്, ബൈനറി ഫയൽസും ഉണ്ട്. ടെക്സ്റ്റ് ഫയൽസ് ആർ നോർമൽ .text ഫയൽസ്. അതായത് നിങ്ങൾ നോട്ട് പാഡിലും ടെക്സ്റ്റ് പാഡ്, നോട്ട് പാഡ്, വേഡ് പാഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സിസ്റ്റത്തിലും അതുപോലെ ലാപ്ടോപ്പിലും ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം സേവ് ചെയ്യുമ്പോൾ നമ്മൾ .text എന്ന് പറഞ്ഞായിരിക്കും സേവ് ചെയ്യുന്നത്. അതിനകത്ത് എന്തെങ്കിലും നമ്മൾ കുറച്ച് alphanumeric തിങ്സ് ഒക്കെ ആയിരിക്കും എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ .text ഫയൽസ്, നോർമൽ .text ഫയൽസ് എല്ലാം ടെക്സ്റ്റ് ഫയൽസ് ആണ്. വി കൻ ഈസിലി ക്രിയേറ്റ് ദാറ്റ് ഫയൽസ് ബൈ യൂസിങ് എനി സിമ്പിൾ ടെക്സ്റ്റ് എഡിറ്റർ സച്ച് നോട്ട് പാഡ്. നമുക്ക് ഈസിലി ക്രിയേറ്റ് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ദെൻ ഈസിലി റീഡബിൾ ആണ്, എല്ലാ ഫീച്ചേഴ്സും അതിനകത്തുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ബൈനറി ഫയൽ. ബൈനറി ഫയൽ മീൻസ് എന്തായിരിക്കും? ബൈനറി ഫയലിനകത്ത് നമുക്ക് ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്ന 0s and 1 ബൈനറി ഡിജിറ്റ്സിൻ്റെ ഫോം. ദാറ്റ് മീൻസ് മെഷീൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ബിറ്റ് കോഡ് അല്ലെങ്കിൽ ബൈനറി കോഡായിരിക്കും നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഇൻഫോർമേഷൻസ് എല്ലാം 0 and 1 ഫോമിലായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇനി ബൈനറി ഫയലിൽ നമ്മൾ സേവ് ചെയ്യുന്നത് .bin എന്ന് പറഞ്ഞിരിക്കുക. നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, ഡെവലപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ യൂസർ കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് .text ഫയൽസൊക്കെ ആയിരിക്കും കൂടുതൽ. അല്ല ബിൻ ഫയൽസ് നമ്മളങ്ങനെ പ്രോഗ്രാമിങ്ങിലൊന്നും യൂസ് ചെയ്യേണ്ടി വരത്തില്ല. മീൻസ് നമ്മൾ സ്റ്റുഡൻസ് ആയിരിക്കുന്ന കേസിലൊന്നും നമ്മളങ്ങനെ ബിൻ ഫയൽ യൂസ് ചെയ്യുന്നില്ല. Okay, so here in the case of binary files, instead of storing the data as a plain text, they store it as a binary form, 0s and 1 ഫോമിലായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റീഡബിൾ, ഈസിലി റീഡബിൾ. നമ്മൾ സാധാരണ നോർമൽ ടെക്സ്റ്റ് ഫയൽസിലെ പോലെ ഈസിലി റീഡബിൾ ഒന്നും അല്ല. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ ഫയൽ ഓപ്പറേഷൻസ്? ഫയൽ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് നമ്മളൊരു ഫയലിൽ റീഡ് ചെയ്യുന്നത്? മെയിൻ ഫയൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഫയലിൽ നിന്ന് ഡേറ്റാസിനെ റീഡ് ചെയ്തെടുക്കുക, ഫയലിനകത്തോട്ട് ഡേറ്റാസിനെ റൈറ്റ് ചെയ്യുക. റീഡ് ഡേറ്റാസ് ഫ്രം ഫയൽ ആൻഡ് റൈറ്റ് ഡേറ്റ ഇൻ ടു ദ ഫയൽ. ബിഫോർ ദാറ്റ് ഫയലിൽ നിന്ന് നമുക്ക് ഡേറ്റ റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്യണം. ബിഫോർ പെർഫോമിങ് ദ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഓപ്പറേഷൻ ഫസ്റ്റ് we have to open that file. Okay, then read operation perform ചെയ്യാം, write operation perform ചെയ്യാം. റീഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ക്യാരക്ടർ ആയിരിക്കാം റീഡ് ചെയ്യുന്നത്, ക്യാരക്ടർ ആയിരിക്കാം റൈറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ മേ ബി നമ്പേഴ്സ് ആയിരിക്കും റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ ബൈനറി ഫയലിനകത്തോട്ട് ബൈനറി ഡേറ്റ ആയിരിക്കും നമ്മൾ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ പല ഓപ്പറേഷൻസ്, അതിനെല്ലാം കറസ്പോണ്ടിങ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യുക, നീഡഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക, ഓപ്പറേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫയൽ ക്ലോസ് ചെയ്യുക. ദെൻ ഈ ഫയൽ റീഡിങ്ങും റൈറ്റിങ്ങും ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഫയൽ എൻഡ് ആയോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള കറസ്പോണ്ടിങ് ഓപ്പറേഷൻസാണ് ഫയൽ ഓപ്പറേഷൻസിൽ പഠിക്കാനുള്ളത്. ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്?
ദെൻ ഫയൽ റീഡ് ആൻഡ് റൈറ്റ് ഒക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഫയൽ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫയൽ ക്ലോസിങ് ആയോ ദാറ്റ് മീൻസ് എൻഡിങ് ആയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെ, അതിന് വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമുക്ക് പഠിക്കണം. ദി ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ഹൗ ടു ഓപ്പൺ എ ഫയൽ. അപ്പോൾ ഈ ഫയൽ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ, ഫയൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി കുറേ ഇൻബിൽട്ട് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസ് എല്ലാം stdio.h എന്ന് പറയുന്ന ഫയലിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, stdio.h ഫയൽ. ഓക്കെ, സോ അപ്പോൾ വേറെ നമ്മൾ ഹെഡർ ഫയലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ opening a file is performed using fopen function declared in the stdio.h header file. സോ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് fopen എന്ന് പറഞ്ഞ ഫങ്ഷൻ. ഓക്കെ, സോ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് fopen ഓഫ് ഫയൽ നെയിം ആൻഡ് മോഡ്. നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ fopen എന്ന് പറഞ്ഞ ഫങ്ഷൻ യൂസ് ചെയ്യും. ആ fopen എന്ന് പറഞ്ഞ ഫങ്ഷനകത്ത് നമ്മൾ 2 പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫയലാണോ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ഓപ്പൺ ചെയ്യുന്ന ഫയൽ ചിലപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫയലായിരിക്കും, അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഫയലായിരിക്കും. സോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയലാണെങ്കിൽ അതിൻ്റെ നെയിം, ന്യൂലി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഫയലാണെങ്കിൽ അതിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നെയിം. അപ്പോൾ ആ ഫയൽ നെയിം ഫസ്റ്റ് പാരാമീറ്ററായിട്ട് ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. നെക്സ്റ്റ് മോഡ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. മോഡ് എന്ന് പറയുന്നത് നമുക്ക് റീഡാണോ പെർഫോം ചെയ്യേണ്ടത് അതോ റൈറ്റ് ആണോ പെർഫോം ചെയ്യേണ്ടത്, അതാണ് മോഡ്. അപ്പോൾ അത് പല മോഡ്സ് ഉണ്ട്, 6 മോഡ്സ് നമുക്ക് പഠിക്കേണ്ടത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഫയലെല്ലാം നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ വി നീഡ് എ പോയിൻ്റ്. സോ നമ്മൾ ജസ്റ്റ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ നെയിമും പാസ് ചെയ്യും, അതെന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്, റീഡിങ്ങിന് വേണ്ടിയിട്ടാണോ റൈറ്റിങ്ങിന് വേണ്ടിയിട്ടാണോ എന്ന് മോഡ് എന്ന് പറയുന്ന ആ ടേം ആർഗ്യുമെൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. പിന്നെ ആഫ്റ്റർ ഫയൽ ഓപ്പണിംഗ് നമ്മൾ ആ ഓപ്പൺ ചെയ്യുന്ന ഫയലിനെ പിന്നെ നമ്മൾ റീഡിങ്ങിനോ റൈറ്റിങ്ങിനോ യൂസ് ചെയ്യുമ്പോൾ ഫയൽ നെയിം അല്ല യൂസ് ചെയ്യുന്നത്. ഫോർ ആക്സസിങ് ഫയൽസ്, ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഓപ്പറേഷൻ വി നീഡ് എ ഫയൽ പോയിൻ്റർ. വൺസ് മോർ നമ്മൾ ഫയൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു, ആഫ്റ്റർ ദാറ്റ് റീഡ് ഓർ റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ റീഡ് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഫയലിനെ ആക്സസ് ചെയ്യുവാണെങ്കിൽ ഫോർ ആക്സസിങ് ദാറ്റ് ഫയൽ വി നീഡ് എ പോയിൻ്റർ. സോ ഫസ്റ്റ് നമ്മളൊരു ഫയൽ പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുക, ദെൻ fopen എന്നൊരു ഫങ്ഷൻ വഴി ആ ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ദെൻ അതിൻ്റെ റിട്ടേണിംഗ് എന്ന് പറയുന്നത് ആ ഫയൽ പോയിൻ്ററിനകത്തോട്ട് ആ ഫയൽ പോയിൻ്റ് ചെയ്യും. മനസ്സിലായോ? ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ FP എന്ന് പറയുന്ന നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്ന ഫയൽ പോയിൻ്റർ ആ ഫയലിനകത്തോട്ട് പോയിൻ്റ് ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ആക്സസിങ്സ് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. So here first we have to declare the file pointer, then we use the file opening function. അതിനകത്ത് ഫയൽ നെയിമും ഏത് മോഡാണെന്നുള്ളതും കൊടുക്കും. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു FP എന്ന് പറഞ്ഞാൽ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്ത് കിട്ടുന്ന എന്തായിരിക്കും, നമ്മൾ ആ ഫയൽ പോയിൻ്റർ ആയിരിക്കും. ആ ഫയൽ ഓപ്പണിംഗ് ഫംഗ്ഷൻ കഴിഞ്ഞ് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് ആ ഫയൽ പോയിൻ്റർ എവിടോട്ട് പോയിൻ്റ് ചെയ്യണം, പുതിയ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഫയലിനകത്തോട്ട് പോയിൻ്റ് ചെയ്യണം. അല്ലെങ്കിൽ FPയിലോട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്ന ആ ഫയൽ ഓപ്പൺ ചെയ്താണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഫയൽ ഡിക്ലെയർ ചെയ്തു, പോയിൻ്റർ ഡിക്ലെയർ ചെയ്തു, ദെൻ ആ പോയിൻ്ററിനകത്തോട്ട് വാല്യൂ കൊടുക്കുക. പോയിൻ്ററിൽ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഈ ഓപ്പൺ ചെയ്യുന്ന ഫയലായിരിക്കും. ഇനി എന്തൊക്കെ മോഡ്സ് നമുക്കിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും? So these are the 6 mode. R means read, W means write, A means append. So R എന്ന് പറയുന്ന മോഡാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, മോഡ് നമ്മളിവിടെ എഴുതാൻ കൊടുക്കേണ്ടത് ഇവിടാണ് നമ്മൾ മോഡ് എഴുതി കൊടുക്കേണ്ടത്. R എന്ന് കൊടുക്കാം, ചിലപ്പോൾ W എന്നായിരിക്കും, ചിലപ്പോൾ A എന്നായിരിക്കും, ചിലപ്പോൾ R+ ആയിരിക്കും, ചിലപ്പോൾ W+ ആയിരിക്കും, ചിലപ്പം A+ ആയിരിക്കും. ഓക്കെ, അപ്പം R എന്ന് പറഞ്ഞ് മീൻ ചെയ്താൽ ഒരു ഫയൽ നമ്മൾ ആ ഫയൽ എക്സിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓപ്പൺ ദാറ്റ് ഫയൽ ഫോർ ജസ്റ്റ് റീഡിങ് ഓൺലി. ആറെന്നാണ് നമ്മൾ മോഡ് കൊടുക്കുന്നതെങ്കിൽ ആ ഫയൽ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, റീഡ് ചെയ്യുക, അല്ലാതെ റൈറ്റ് ഓപ്പറേഷൻസ് ഒന്നും അതിനകത്ത് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ F1 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫയലുണ്ട്, F1, അതിനകത്തിപ്പോൾ ABC ഉണ്ടെങ്കിൽ read operation means we can open that file and read ABC from that file. അതിനകത്തോട്ട് നമുക്കൊന്നും റൈറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് W എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വി ആർ ഓപ്പണിങ് എ ടെക്സ്റ്റ് ഫയൽ ഫോർ റൈറ്റിംഗ് ഓൺലി, മീൻസ് അതിനകത്തുനിന്ന് റീഡൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് റൈറ്റ് ചെയ്യാൻ മാത്രമേ പറ്റൂ. R എന്ന് പറയുമ്പോൾ റീഡ് മാത്രമേ ചെയ്യാൻ പറ്റൂ, റൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
ഡബ്ല്യു എന്ന് പറയുമ്പോൾ റൈറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, റീഡിംഗ് ഒന്നും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ദെൻ ക്രിയേറ്റ് എ ന്യൂ ഫയൽ. അപ്പോൾ ഡബ്ല്യു കൊടുത്ത് കഴിയുമ്പോൾ ഇൻ കേസ് ആദ്യമേ ആ ഫയൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും റൈറ്റ് ചെയ്യുന്നത്. സോ ആറും ഡബ്ല്യുവും തമ്മിലുള്ള വ്യത്യാസം, നമ്മൾ മോഡ് കൊടുക്കുന്ന ആറാണെങ്കിൽ ആ ഫയൽ അവിടെ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുതിയതായിട്ട് ക്രിയേറ്റ്, ദാറ്റ് മീൻസ് നമുക്ക് ജസ്റ്റ് റീഡിംഗ് അല്ല, റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയലായിരിക്കും. അല്ലാതെ നമ്മൾ പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. ഒരു ഫയൽ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അതിനകത്ത് നിന്ന് റീഡ് ചെയ്യാം. അപ്പോൾ റീഡിംഗ് 6 കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് റീഡിംഗ് ഉള്ളി. ഡബ്ല്യു കൊടുത്തു കഴിഞ്ഞാൽ ഇനിഷ്യലി നമ്മൾ ചെക്ക് ചെയ്യും വെദർ ദാറ്റ് ഫയൽ ഈസ് എക്സിസ്റ്റിംഗ് ഓർ നോട്ട്. എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് റൈറ്റ് ചെയ്യും. എക്സിസ്റ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ വി ആർ ക്രിയേറ്റിംഗ് എ ന്യൂ ഫയൽ, ദെൻ റൈറ്റ് ഓൺ ഇറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ എഫ് ഓപ്പണിനകത്ത് F1 ദെൻ ഡബ്ല്യു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് F1 ഫയൽ ഉണ്ടോ എന്ന് നോക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ദെൻ എന്തായിരിക്കും അതിനകത്തോട്ട് നമുക്കിപ്പോൾ ABC റൈറ്റ് ചെയ്യണമെങ്കിൽ ABC റൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അവിടെ ഒരു ഫയൽ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് F1 എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടായിരുന്നു. F ഓപ്പൺ F1 ദെൻ ഡബ്ല്യു ഫയൽ. F1 എന്നൊരു ഫയൽ നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ ABC എന്ന് പറഞ്ഞ കണ്ടൻറ്റും ഉണ്ട്. ഇനി നമ്മൾ അപ്പോൾ ഓൾറെഡി ഉള്ളൊരു ഫയലിനകത്തോട്ട് EFG എന്നാണ് റൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കേസിൽ ABCയുടെ ബാലൻസ് ആയിട്ടല്ല EFG റൈറ്റ് ചെയ്യുന്നത്. ഈ ABCനെ ഓവർകം ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ടിങ് തൊട്ടായിരിക്കും റൈറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ ആയിരിക്കും EFG റൈറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മളൊരു ഫയൽ ഇല്ല എങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ സ്റ്റാർട്ടിങ് മുതൽ റൈറ്റ് ചെയ്യും. ഇനി ഫയൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡേറ്റ സ്റ്റാർട്ടിങ് മുതൽ റൈറ്റ് ചെയ്യും. സ്റ്റാർട്ടിങ് മുതൽ റൈറ്റ് ചെയ്യുക മീൻസ് അത് ഉദ്ദേശിക്കുന്നത് ഇൻ കേസ് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഓവർകം ചെയ്തിട്ടായിരിക്കും സ്റ്റാർട്ടിങ് തൊട്ട് റൈറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് എന്താ, ഒരു ഫയലുണ്ട് F1, അതിനകത്ത് ABC ഉണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ DEF എന്ന് റൈറ്റ് ചെയ്യണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല, അതിനെ അപ്പെൻഡ് ചെയ്തിട്ട് വേണം റൈറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് A. സോ ഹിയർ ഇഫ് ദ മോഡ് ഈസ് A, വി ആർ ഓപ്പണിംഗ് എ ടെക്സ്റ്റ് ഫോർ റൈറ്റിംഗ് ഇൻ ദ അപ്പെൻഡിങ് മോഡ്. ഈ കേസിലും ഫയൽ ആദ്യമേ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് അപ്പെൻഡ് ചെയ്ത് പോകത്തതേ ഉള്ളൂ. അതായത് ഉള്ള ഡേറ്റാസ് ഒന്നും പോകത്തില്ല, ഉള്ളതിൻ്റെ ബാലൻസിങ് ആയിട്ട് നമ്മൾ ബാലൻസ് ആയിട്ട് റൈറ്റ് ചെയ്ത് പോയാൽ മതി. അതാണ് അപ്പെൻഡ് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ആ ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും അപ്പെൻഡ് ചെയ്യുന്നത്. സോ റീഡ് മീൻസ് റീഡിങ് ഉള്ളി, ഡബ്ല്യു ആൻഡ് A മീൻസ് റൈറ്റിംഗ് ഉള്ളി. ഡബ്ല്യുവിൻ്റെ കേസിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതലായിരിക്കും എപ്പോഴും റൈറ്റ് ചെയ്യുന്നത്. എയുടെ കേസിൽ എന്തായിരിക്കും ഓൾറെഡി ഉള്ളതിൻ്റെ കൂടെ ആയിരിക്കും റൈറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഡബ്ല്യുവിൻ്റെ കേസിലും എയുടെ കേസിലും ഫയൽ ഇല്ല എന്നുണ്ടെങ്കിൽ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഉണ്ടെങ്കിൽ ഉള്ള ഫയൽ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി R+, W+ ആൻഡ് A+. R+, W+ ആൻഡ് A+. ഈ 3 കേസിലും വി ക്യാൻ പെർഫോം ബോത്ത് റീഡിങ് ആൻഡ് റൈറ്റ്. റീഡിങ്ങും പെർഫോം ചെയ്യാം, റൈറ്റിങ്ങും പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ റീഡും ഉണ്ട് റൈറ്റും ഉണ്ട്. ഇനി ഇതിൻ്റെ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ്. R+ മീൻസ് വി ക്യാൻ റീഡ് ആൻഡ് വി ക്യാൻ റൈറ്റ്. ജസ്റ്റ് ഫയൽ ഉള്ളൊരു ഫയലിൽ നിന്ന് ഡേറ്റാസ് റീഡ് ചെയ്യുന്നു, ഉള്ളൊരു ഫയലിനകത്തോട്ട് ഈ ഡേറ്റാസ് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് പുതിയ ഫയൽ ഉണ്ടോ അല്ലെങ്കിൽ ഓൾറെഡി ഈ ഫയൽ എക്സിസ്റ്റിംഗ് ആണോ എന്ന് നോക്കും. അല്ലെങ്കിൽ ഫയൽ ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ഫയലിൽ നിന്ന് ഡേറ്റാസ് റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് W+. W+ഉം A+ൻ്റെയും കേസിൽ നമ്മൾ ആദ്യമേ ഫയൽ ഉണ്ടോ എന്ന് നോക്കും. ഇല്ല എങ്കിൽ ഒരു പുതിയ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇനി അതിനകത്ത് റീഡും ചെയ്യാം, റൈറ്റും ചെയ്യാം. In case of W+ and A+, first we have to check whether the file is existing or not. If the file is not existing, we can create a new file and we can read and write. ഇനി W+ഉം A+ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ W+ൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു, ദെൻ അതിനകത്ത് എന്തെങ്കിലും ഡേറ്റാസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് റീഡ് ചെയ്യാം. ഇനി അതിനകത്ത് നമുക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ 1 2 3 എന്ന് റൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡേറ്റേനെ നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ആദ്യം മുതൽ എന്തായിരിക്കും നമ്മൾ റൈറ്റ് ചെയ്ത് തുടങ്ങും 1 2 3. ഓക്കെ, ഇനി A+ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫയലുണ്ട്, അതിൽ ABC ഉണ്ട്, അതിനെ നമുക്ക് റീഡ് ചെയ്യാം. ഇനി നമുക്ക് 1 2 3 റൈറ്റ് ചെയ്യണമെങ്കിൽ എന്താ മതി, ABC പോകത്തൊന്നുമില്ല,
അതിൻ്റെ കൂടെ append ചെയ്താൽ മതി. So in case of W plus, we can open a text file for both reading and writing. In the first, it first truncates the file to 0 length if it exists. അതായത് നമുക്ക് എന്തെങ്കിലും റീഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. റൈറ്റ് ചെയ്യണമെങ്കിൽ W പ്ലസ് ആണെങ്കിൽ ഉള്ള കാര്യം എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യും. അതാണ് ട്രങ്കേറ്റ്സ് ടു ലെങ്ത് 0 മീൻസ് അതിനകത്ത് ഒന്നും കാണില്ല. ദെൻ എന്തായിരിക്കും, അതിൽ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യും. ദെൻ W പ്ലസിൻ്റെ കേസിൽ എന്തായിരിക്കും, the reading will start from the beginning but writing can be only appended. റീഡിങ് മീൻസ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യും. W പ്ലസിൻ്റെ കേസിൽ, A പ്ലസിൻ്റെ കേസിൽ നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ ഉള്ള കാര്യം ഒന്നും ഡിലീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് റൈറ്റ് ചെയ്ത് പോയാൽ മതി, അപ്പെൻഡ് ചെയ്ത് പോയാൽ മതി. സോ ദീസ് ആർ ദ 6 modes. R means reading only, W means writing, A means writing. In both W and A, if the file is not existing, we can create new file. And writing in W means നമുക്ക് ആദ്യം മുതലായിരിക്കും റൈറ്റ് ചെയ്യുന്നത്. ആദ്യം മുതൽ റൈറ്റ് ചെയ്യുക മീൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യും. A മീൻസ് എന്തായിരിക്കും, ബാലൻസ് ആയിട്ടായിരിക്കും നമ്മൾ റൈറ്റ് ചെയ്ത് പോകുന്നത്. ഇനി R പ്ലസ് W പ്ലസ് എന്ന A പ്ലേസിൽ വി ക്യാൻ റീഡ് ആൻഡ് റൈറ്റ്, രണ്ട് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാം. R പ്ലസിൻ്റെ കേസിൽ ഉള്ളൊരു ഫയലിലേക്ക് നമ്മൾ റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്നത്. പുതിയതായിട്ടൊന്നും ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് ഇറ്റ് ഈസ് നോട്ട് എക്സിസ്റ്റിംഗ്. W പ്ലസ് ആൻഡ് A പ്ലസിൻ്റെ കേസിൽ റീഡിങ് നമുക്ക് ആദ്യം മുതൽ തന്നെ ചെയ്യാൻ പറ്റും. ഫയൽ ഇല്ലെങ്കിൽ പുതിയതായിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി റൈറ്റ് ചെയ്യുമ്പോൾ W പ്ലസിൻ്റെ കേസിൽ ആദ്യം മുതൽ റൈറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ട്രങ്കേറ്റ്സ് ടു 0 ലെങ്ത്. A പ്ലസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ബാലൻസ് ആയിട്ട് റൈറ്റ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും 6 മോഡ്സിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ഏത് പ്ലേസിൽ കൊടുക്കുന്നത്, ഇവിടെ കൊടുക്കും. ദെൻ ഫയൽ നെയിം ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി ഏത് മോഡാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഇനി നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. ഓക്കെ, ഹിയർ ഇവിടെ പറയുന്നത് നമ്മളിപ്പോൾ ഫയലൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഫയൽ നെയിം കൊടുത്താലും മതി, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് പാത്ത് വേണമെങ്കിലും കൊടുക്കാം. അതായത് നമുക്കിപ്പോൾ ഫയലിൻ്റെ പേര് സം.c ആണെങ്കിൽ സം.c എന്ന് കൊടുത്താൽ മതി. അല്ല, ഈ സം.c നിങ്ങളിപ്പം ഉബുണ്ടുവിൽ ലിനക്സിലൊക്കെ ചെയ്ത പോലെ ഒരു ഹോം, അതിനെ ഫോളോ ചെയ്ത് നിങ്ങളുടെ SYLLABUS, നിങ്ങളുടെ റോൾ നമ്പർ വെച്ചിട്ട് ഫോൾഡർ, അതിനകത്താണ് നമ്മുടെ സം.c ഇരിക്കുന്നതെങ്കിൽ ആ ഒരു പാത്ത് ഹോമിൽ SYLLABUS 2ൽ സം.c ആണ് എന്ന് പറഞ്ഞാൽ ആ പാത്ത് വേണമെങ്കിൽ ഫുൾ കൊടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നെയിം മാത്രം കൊടുത്താലും മതി, അല്ലെങ്കിൽ പാത്ത് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫയൽ ഓപ്പൺ ചെയ്തു. ഇനി നെക്സ്റ്റ് ഫയൽ ഓപ്പറേഷൻസ് പറയുന്നതിന് മുൻപേ ഹൗ ടു ക്ലോസ് ദ ഫയൽ. ദാറ്റ് മീൻസ് ദ ഫയൽ ബോത്ത് binary and text file should be closed after reading writing operations is completely performed, and the closing a file is performed using the fclose function. Closing ആണെങ്കിൽ ഓപ്പണിങ്ങിന് പകരം fclose ആയിരിക്കും ക്ലോസിങ്. അപ്പോൾ fclose ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ബ്രാക്കറ്റിൽ ഏത് ഫയലാണോ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പോയിൻ്ററാണ് കൊടുക്കേണ്ടത്. ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ നെയിം യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ആ ഫയൽ എവിടെയൊക്കെ വേണോ അവിടെയെല്ലാം നമ്മൾ ഫയൽ പോയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, fclose എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിത്തിൻ ബ്രാക്കറ്റിനകത്ത് ഏത് ഫയലാണോ ക്ലോസ് ചെയ്യേണ്ടത് ആ ഫയലിൻ്റെ പോയിൻ്റ്. ഹിയർ FP ഈസ് ദ ഫയൽ പോയിൻ്റർ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫയൽ ടു ബി ക്ലോസ്ഡ്. ഏത് ഫയലാണോ ക്ലോസ് ചെയ്യേണ്ടത് അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന പോയിൻ്റ്. The next is how to read and write a file. എങ്ങനെയാണ് നമ്മൾ റീഡ് ഓപ്പറേഷനും റൈറ്റ് ഓപ്പറേഷനും പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് വൺ ഈസ് get c. get c എന്ന് പറഞ്ഞാൽ എന്താ, get c എന്ന് പറഞ്ഞാൽ get a character, put c means get a character from the user, get s means get a string from the user. Then put c means എന്താ, get c get s, ഇത് ക്യാരക്ടർ, ഇത് സ്ട്രിങ്. പുട്ട് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിലൊരു ക്യാരക്ടർ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുക. പുട്ട് എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യുക. ഇവിടെ gets അല്ലെങ്കിൽ get c, put c, put s എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാം ഫയലിൽ നിന്നായിരിക്കും ഗെറ്റ് ചെയ്യുന്നത്, ഫയലിനകത്തോട്ടായിരിക്കും പുട്ട് ചെയ്യുന്നത്. ഓക്കെ, get c മീൻസ് നമ്മൾ റീഡ് എ ക്യാരക്ടർ ഫ്രം ഫയലിൽ നിന്നായിരിക്കും നമ്മളൊരു ക്യാരക്ടർ റീഡ് ചെയ്യുന്നത്. ദെൻ put c മീൻസ് നമ്മൾ ഫയലിനകത്തോട്ടായിരിക്കും ഒരു ക്യാരക്ടർ റൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ get s ആൻഡ് put s എന്ന് പറയുമ്പോഴും ഫയലിൽ നിന്നൊരു സ്ട്രിങ്ങിനെ റീഡ് ചെയ്യുക, ഫയലിനകത്തോട്ട് സ്ട്രിങ്ങിനെ റൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ നമ്മളൊരു ക്യാരക്ടർ ഫയലിൽ നിന്ന് റീഡ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു വേരിയബിളിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം. ഫയലിൽ നിന്ന് ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഫയലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് പറയുന്നത്. ഫയലിൽ നിന്ന് ഒരു ക്യാരക്ടറിനെ റീഡ് ചെയ്യണം,
ദെൻ ഒരു വേരിയബിളിനകത്ത് ക്യാരക്ടർ വേരിയബിളിനകത്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം. സോ അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫംഗ്ഷൻ വഴി ക്യാരക്ടർ റീഡ് ചെയ്യും. അപ്പോൾ എഫ് ഗെറ്റ് സി വിത്തിൻ ബ്രാക്കറ്റ് ഏത് ഫയലാണെന്നുള്ള പോയിൻ്റർ ഡിക്ലെയർ ചെയ്യണം. അവ റീഡ് ചെയ്യുന്ന ക്യാരക്ടർ നമ്മളൊരു ക്യാരക്ടർ വേരിയബിളിനകത്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു. ഇനി എഫ് പുട്ട് സി മീൻസ് എന്തായിരിക്കും? വി ആർ റൈറ്റിംഗ് എ ക്യാരക്ടർ ടു എ ഫയൽ. അപ്പോൾ എഫ് പുട്ട് സി എന്ന ഫംഗ്ഷനകത്ത് നമ്മൾ ഇപ്പം ഒരു ക്യാരക്ടർ അത് സ്റ്റോർ ചെയ്യുന്നത് ഒരു വേരിയബിളിനകത്തായിരിക്കും ഇല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ഫയലിൽ നിന്ന് ഒരു കാര്യം റീഡ് ചെയ്തിട്ട് ഒരു വേരിയബിളിനകത്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന കാര്യമായിരിക്കും നമുക്കൊരു ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യണം. അപ്പോൾ ഏത് വേരിയബിളിലെ കാര്യമാണോ നമുക്ക് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യേണ്ടത്, ഏത് ഫയലിനകത്തോട്ടാണോ റൈറ്റ് ചെയ്യേണ്ടത്, ആ 2 പാരാമീറ്റേഴ്സും കൂടെ എഫ് പുട്ട് സിക്കകത്ത് കൊടുക്കണം. മനസ്സിലായി? എഫ് പുട്ട് സി മീൻസ് യു ആർ റൈറ്റിംഗ് എ ക്യാരക്ടർ ഇൻ ടു എ ഫയൽ. സോ നമുക്ക് റൈറ്റ് ചെയ്യേണ്ട ക്യാരക്ടർ ഏത് വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു, ദെൻ ഏത് ഫയലിനകത്തോട്ട്, ദാറ്റ് മീൻസ് ഫ്രം വെയർ ടു വെയർ, അതാണ് എഫ് പുട്ട് സിക്കകത്ത് കൊടുക്കേണ്ടത്. ഇത് ഫ്രം വെയർ എവിടെ നിന്നാണോ നമുക്ക് വേണ്ടുന്ന ക്യാരക്ടർ ഇരിക്കുന്ന വേരിയബിൾ, ദെൻ എവിടോട്ടാണോ അതിനെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യേണ്ടത്, ഏത് ഫയലിനകത്തോട്ടാണ്, ആ 2 പാരാമീറ്റേഴ്സാണ് അതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിൻടാക്സ് എല്ലാം കറക്റ്റായിട്ട് ലേൺ ചെയ്യണം. നെക്സ്റ്റ് എഫ് സ്കാനഫ് ആൻഡ് എഫ് പ്രിൻ്റ് എഫ്. എഫ് സ്കാനഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടും നമ്പേഴ്സിനെയൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അവിടെ നമുക്ക് പെർസെൻറ്റേജ് സി കൊടുത്തു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് തന്നെ റീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് എഫ് ഗെറ്റ് സി അല്ലെങ്കിൽ എഫ് പുട്ട് സി തന്നെ കൊടുക്കാം. മനസ്സിലായോ? നമ്മൾ ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് എഫ് ഗെറ്റ് സി എഫ് പുട്ട് സി തന്നെ കൊടുക്കാം. അതല്ല എഫ് പ്രിൻ്റ് എഫും സ്കാനഫും കൊടുക്കുകയാണെങ്കിൽ ക്യാരക്ടർ അതുവഴി റീഡ് ചെയ്യണമെങ്കിൽ പെർസെൻറ്റേജ് സി എന്ന് കൊടുത്താൽ മതി. സോ എഫ് സ്കാനഫ് ആൻഡ് എഫ് പ്രിൻ്റ് എഫ് ഈസ് യൂസ്ഡ് ടു റീഡ് ദ നമ്പേഴ്സ് ഫ്രം ദ ഫയൽ, ദെൻ റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് സ്ട്രിങ്സ് ഇൻ ടു ദ ഫയൽ. അപ്പോൾ ഇവിടെ 2 കേസിലും എഫ് സ്കാനഫിൻ്റെ കേസിൽ, എഫ് സ്കാനഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്കാനഫിൽ എന്താ യൂസ് ചെയ്യുന്നത്? സ്കാനഫ് എന്ന് പറയുമ്പോൾ യൂസറിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നു. എഫ് പ്രിൻ്റ് എഫ് എന്ന് പറയുന്നത് യൂസറിലോട്ട് ഡേറ്റ കൊടുക്കുന്നു ത്രൂ ദ സ്ക്രീൻ ഇല്ല. അപ്പോൾ ഇവിടെ എഫ് പ്രിൻ്റ് എഫ്, എഫ് സ്കാനഫ് മീൻസ് എഫ് സ്കാനഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായിരിക്കും, ഒരു ഡേറ്റേനെ ഫയലിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്യുന്നു. സ്കാനഫ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സി പ്രോഗ്രാമിൽ സ്കാനഫ് യൂസ് ചെയ്യുന്ന യൂസറിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ കൊണ്ടുവന്ന് ഒരിടത്ത് സ്റ്റോർ ചെയ്യുന്നു. എഫ് സ്കാനഫ് എന്ന് പറയുമ്പോൾ ഫയലിൽ നിന്നായിരിക്കും ഡേറ്റ റീഡ് ചെയ്യുന്നത്. എഫ് പ്രിൻ്റ് എഫ് എന്ന് പറയുമ്പോൾ ഫയലിനകത്തോട്ടായിരിക്കും ഡേറ്റ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എഫ് സ്കാനഫിനകത്തും എഫ് പ്രിൻ്റ് എഫിനകത്തും നമുക്ക് 3 ആർഗ്യുമെൻറ്റ്സ് കൊടുക്കണം. എഫ് സ്കാനഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഫയലിൽ നിന്ന് റൈറ്റ് ചെയ്യുന്നു, അപ്പം ആ ഫയലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫയൽ പോയിൻ്റർ വേണം, ടൈപ്പ് ഓഫ് ദ ഡേറ്റ അതിൻ്റെ ഫോർമാറ്റ് വേണം, ദെൻ ഇപ്പോൾ ഫയലിൽ നിന്ന് ഡേറ്റ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരിടത്ത് കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോർ ചെയ്യും, അത് എവിടെയാണെന്നുള്ള അഡ്രസ്സ് വേണം. ഇനി നമ്മൾ എവിടെന്നെങ്കിലും ഒരു ഡേറ്റ ഫയലിനകത്തോട്ട് കൊടുക്കുകയാണെങ്കിൽ എവിടെ നിന്നാണോ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം. സോ ഈ 2 കേസിൽ 3 ആർഗ്യുമെൻറ്റ്സിൽ ഫസ്റ്റ് വൺ നമ്മുടെ ഫയൽ പോയിൻ്റ്, ദെൻ സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയുടെ ടൈപ്പ്, തേർഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എഫ് സ്കാനഫിൻ്റെ കേസിലാണെങ്കിൽ ഫയലിൽ നിന്ന് നമ്മൾ എവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നു. ഇനി എഫ് പ്രിൻ്റ് എഫിൻ്റെ കേസിലാണെങ്കിൽ എവിടെ നിന്നുള്ള ഡേറ്റയാണോ നമ്മൾ എഫ് പിയിൽ കൊണ്ടുവരുന്നത്, അതാണ് ഈ തേർഡ് ആർഗ്യുമെൻ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. മനസ്സിലായോ? എഫ് സ്കാനഫിൻ്റെ കേസിൽ ഫയലിൽ നിന്ന് നമ്മൾ ഒരു വേരിയബിളിനകത്തോട്ട് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നത്. എഫ് പ്രിൻ്റ് എഫിനകത്ത് ഒരു വേരിയബിളിലുള്ള കാര്യം നമ്മൾ ഫയലിനകത്തോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 4ൻ്റെ സിൻടാക്സ് കറക്റ്റായിട്ട് പഠിക്കാം. ദെൻ എഫ് റീഡ് ആൻഡ് എഫ് റൈറ്റ്. എഫ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് റീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈനറി ഫയലിൽ നിന്ന് റീഡ് ചെയ്യുന്നു. ദെൻ എഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ബൈനറി ഫയലിനകത്തോട്ട് ഒരു ബൈനറി കണ്ടൻറ്റ് നമ്മൾ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ബൈനറി ഫയൽ യൂസ് ചെയ്യുമ്പോഴാണ് എഫ് റീഡും റൈറ്റും യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2ൻ്റെയും ഡീറ്റെയിൽസാണിത്. നമ്മൾ എഫ് റൈറ്റ് ആയാലും എഫ് റീഡ് ആയാലും 4 ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഫയലിനകത്തോട്ട് ബൈനറി ഫയലിനകത്തോട്ട് ബൈനറി ഡേറ്റ കൊടുക്കും. എഫ് റീഡ് എന്ന് പറയുന്നത് ബൈനറി ഫയലിൽ നിന്ന് നമ്മുടെ ബൈനറി ഡേറ്റേനെ റീഡ് ചെയ്യാം. അപ്പോൾ ഈ 2 കേസിൽ 4 ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ അഡ്രസ് ഓഫ് ദ ഡേറ്റ ടു ബി റിട്ടൺ ഇൻ ദ ഡിസ്ക്. നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ഡേറ്റ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ പോകുന്ന ഡേറ്റയുടെ അഡ്രസ്സ്, ദെൻ അതിൻ്റെ സൈസ്, ദെൻ നമ്പർ ഓഫ് സച്ച് ടൈപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ദ പോയിൻ്റ് ഓഫ് ദ ഫയൽ. അല്ലേ, നമ്മൾ ബൈനറി ഫയലിൽ നിന്ന് ഒരു ഡേറ്റ റീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ബൈനറി ഫയലിലോട്ട് ഒരു ഡേറ്റ റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ റൈറ്റ് അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന ഡേറ്റയുടെ അഡ്രസ്സ്, ദെൻ അതിൻ്റെ സൈസ്, ദെൻ നമ്പർ ഓഫ് ദാറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ, ലാസ്റ്റ് പോയിൻ്റ്, നമ്മുടെ ഏത് ബൈനറി ഫയലിൻ്റെ പോയിൻ്റ്. ഈ 4 ആർഗ്യുമെൻറ്റ്സാണ് ഈ 2 കേസിലും കൊടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് ബൈനറി ഫയലിൽ റൈറ്റ് ചെയ്യുന്നു, ഇതാകുമ്പോൾ ബൈനറി ഫയലിൽ നിന്ന് റീഡ് ചെയ്യും. ദെൻ ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്
FEOF. FEOF means file end of file. ഒരു ഫയലിൻ്റെ എൻഡ് ആയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. Here the C library function FEO function is a file handling function in C programming language which is used to find the end of a file. ഫയലിൻ്റെ എൻഡ് ആയോ എന്നായിരിക്കും ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ FEOF എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫങ്ഷൻ്റെ ഔട്ട്പുട്ട് FEOF എന്ന് പറഞ്ഞ ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫങ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആയിരിക്കാം അല്ലെങ്കിൽ 1 ആയിരിക്കാം. 0 ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് ഫയൽ എൻഡ് ആയിട്ടില്ല. ദെൻ 1 റിട്ടേൺ ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം ഫയലിൻ്റെ എൻഡിങ് ആയി. അതായത് നമ്മളിപ്പം ഒരു ഫയലിൽ നമുക്ക് എന്തെങ്കിലും ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യണം. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഓരോ ക്യാരക്ടറായിട്ടായിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫയൽ എൻഡ് ആയോളം ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ഫയലിനകത്തോട്ട് ഇപ്പം ABC ആദ്യം നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആദ്യം നമ്മൾ FEOF നോക്കും. FEOF കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണെങ്കിൽ അതിനർത്ഥം ഫയൽ എൻഡ് ആയില്ല. അപ്പോൾ നമ്മളൊരു ക്യാരക്ടർ റീഡ് ചെയ്യും. വീണ്ടും FEOF കൊടുക്കുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടിയത്. അപ്പോൾ ക്യാരക്ടർ ഫയൽ എൻഡ് ആയില്ല. അപ്പോൾ വീണ്ടും B എന്ന് പറയുന്നത് നമ്മൾ റീഡ് ചെയ്യും. വീണ്ടും നമുക്ക് നോക്കുമ്പോൾ FEOF നോക്കുമ്പോഴത്തേക്ക് 0 ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ഇനി എന്തോ സംതിങ് ഡേറ്റ ഫയലിനകത്തുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ റീഡ് ചെയ്യും. വീണ്ടും നമ്മൾ FEOF കൊടുക്കുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം ഫയലിൽ ഇനി ഡേറ്റയൊന്നുമില്ല, ഫയൽ എംപ്റ്റി ആയി. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ആ ഫയലിനെ ആ സമയത്ത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. So it returns the value 0 when end of the file has not occurred and otherwise it returns 1. So നമ്മൾ പഠിച്ച ഫങ്ഷൻസ് എന്തൊക്കെയാണ്? To open a file we are using fopen. Inside fopen we have to give file name and the mode. Mode may be R, W, A, R plus, W plus and A plus. The next, for closing the file we are using the function fclose. Inside the fclose we are using the file pointer. Then for reading and writing we can use for reading and writing character fget C and fput C. Then we can also use fscanf and fprintf. Then in the case of binary files we are using fread and fwrite. അപ്പോൾ ഈ കേസിലെല്ലാം ഫയലിൽ നിന്നാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്, ഫയലിനകത്തോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൈറ്റ് ചെയ്യുന്നത്. ആ രണ്ട് കാര്യം ഓർമ്മയിലിരിക്കണം. ദെൻ ഇതിൻ്റെയൊക്കെ കറക്റ്റ് സിൻടാക്സ് പഠിക്കാം. ദെൻ ലാസ്റ്റ് FEOF. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സീക്വൻഷ്യൽ ആൻഡ് റാൻഡം ആക്സസ്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സീക്വൻഷ്യൽ ആൻഡ് റാൻഡം ആക്സസ്. ഇപ്പോൾ സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കിപ്പം ഒരു ഫയലുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ കുറേ ഫയൽസ് ഉണ്ട്. സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞാൽ 1 by 1 ആയിട്ടായിരിക്കും ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഫയൽ 1 2 3 ആണെങ്കിൽ ആദ്യം 1 പിന്നെ 2 3 അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് നമുക്ക് 3 മാത്രം മതിയെങ്കിൽ 1ഉം 2ഉം കഴിഞ്ഞിട്ട് മാത്രമേ 3യിലോട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റൂ. ഈ റാൻഡം ആക്സസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് 3 ആണ് യൂസ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് തന്നെ 3 ഡയറക്റ്റ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ 2 ആണെങ്കിൽ ഇൻ ബിറ്റ്വീനുള്ള 2 തന്നെ ഡയറക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ സീക്വൻഷ്യൽ എന്ന് പറയുമ്പോൾ 1 ആഫ്റ്റർ ദ അതർ മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ. റാൻഡം എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് പൊസിഷനിലുള്ളത് വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. So in sequential file access, the method employed, it is a method employed in the tape drives where the files are accessed in a sequential manner. So if you have to get a file in the end of the tape, you have to start from the beginning till it reaches the beginning of the file. In the case of random access file, the files is placed where the file is placed, it will go to that particular place and retrieve file. File എവിടെ പ്ലേസ് ചെയ്താലും എന്തായിരിക്കും നമുക്ക് അവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. സീക്വൻഷ്യലിൻ്റെ കേസിൽ ഫയൽ എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് ആദ്യം മുതൽ ആ ഫയൽ വരെ പോയാൽ മാത്രമേ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, ഈ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് ഈ റാൻഡം ആക്സസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻബിൽട്ട് ആയിട്ടുള്ള ഫങ്ഷൻസാണ്. ഓക്കെ.